അൽ മൗലിദു വൽ അദ്കാറുല്ലത്തി തുഫ്അലു ഇൻദന. അതാ പറയാൻ പോകുന്നത്. നമ്മളെടുക്കൽ ചെയ്യപ്പെടുന്ന ദിക്റുകൾ, മൗലിദുകൾ, റാത്തിബുകളെല്ലാം ഉണ്ടല്ലോ, അത് അക്സറുഹ, അതൊന്നുള്ള അധികവും, ഏറ്റവും അധികം, മുസ്തമിലുൻ അല ഖൈരിൻ, പല ഖൈറിൻ്റെ മേലെ ചുറ്റിയതാണ്. സദഖത്തിൻ ഉണ്ട്, സദഖ ചെയ്യലുണ്ട്, തആമന സദഖ ചെയ്യലുണ്ട്, പ്രത്യേകം പൈസകൾ കൊടുക്കലുണ്ട്. വദിക്കിരിൻ, ദിക്ർ പോലെ ദിക്റുണ്ട്. വസലാത്തിൻ വസലാമിൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ മേലെ സലാത്ത് സലാമ് ചൊല്ലും പോലെ, ഇതെല്ലാം ഇതിലുണ്ട്. വമദ്ഹിഹി, തങ്ങളെ മദ്ഹാക്കും പോലെ. അങ്ങനെ പല ഖൈറിൻ്റെ മേലെ ചുറ്റിയിട്ടുണ്ട്. വഅലാ ശർരിൻ, ഷർറിൻ്റെ മേലും ചുറ്റിയിട്ടുണ്ട്. ബൽ ഷുറൂരിൻ, ഷർറ് ഒരു ഷർറല്ല, പല ഷർറുകളെ മേലും മൗലിദ് റാത്തിബെല്ലാം ചുറ്റിയിട്ടുണ്ട്. നോക്ക്, ലൗലം യകുൻ മിൻഹ, ആ ഷർറുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇല്ലാ റൂയത്തുൻ നിസാഇ ലിർരിജാലി ലജാനിബി, പെണ്ണുങ്ങൾ അജ്നബിയായ പുരുഷന്മാരെ തൊടൽ. അജ്നബിയായ പുരുഷൻ എന്ന് പറഞ്ഞാൽ മെഹറമല്ലാത്തവർ അജ്നബി. മെഹറം 7 ഖറാബത്തിൽ, നസബിൽ 7 ഉണ്ട്, റവായിൽ 7 ഉണ്ട്. പിന്നെ 4 നസബിലുള്ള അതേപോലത്തതാണ് റദായിലുള്ള 7. പിന്നെ 4 മുസാഹറത്തിൽ, കെട്ടുബന്ധത്തിൽ. അതിൽ 3 കൈദില്ല, 1 കൈതുണ്ട്. ഒന്നേത് കൈതുള്ളത് ഒന്ന് പറയാം, ബാക്കിയുള്ളത് ആവശ്യമുണ്ടെങ്കിൽ പറയാം. കൈതുള്ളത്, ഒരു പെണ്ണിനടുത്തും കെട്ടിയാൽ ഓളം മകൾ മെഹറമാവണമെങ്കിൽ ഈ കെട്ടിയ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ കൂടണം. വീട്ടിൽ കൂടാത്ത കാലത്തോളം ഈ കെട്ടിയ പെണ്ണിൻ്റെ മകൾ അവനിക്ക് മെഹറമല്ല, തൊട്ടാൽ ഒന്ന് മുറിയും. വീട്ടിൽ കൂടിയതിൻ്റെ ശേഷം, വീട്ടിൽ കൂടരുത് എന്ന് പറഞ്ഞാൽ ജിമാഅ് നടക്കൽ, ഓളും ഓനുമായിട്ട് ജിമാഅ് നടക്കുന്നതിന് പിന്നെ ഈ പെണ്ണിനെ വിട്ടാൽ മകളെന്താക്കാം, കെട്ടാം. ജിമാഅ് ചെയ്തതിന് ശേഷം അവളും മെഹറമായി, തൊട്ടാൽ ഒന്ന് മുറിയാത്തവളായി, പിന്നെ കെട്ടാൻ പാടില്ലാത്തവളായി. അങ്ങനെ 18 മെഹറമായ പെണ്ണുങ്ങളുണ്ട്. അതല്ലാത്തെല്ലാം അജ്നബിയത്തുകളാണ്. എളാമാൻ്റെ മോള്, മുത്തമ്മാൻ്റെ മോള്, അമ്മായിൻ്റെ മോള്, കുഞ്ഞുമാൻ്റെ മോള്, ഇതെല്ലാം മെഹറമല്ല, അജ്നബിയത്താണ്. അമ്മായി, ഉപ്പാൻ്റെ പെങ്ങളമ്മായി, ഉമ്മാൻ്റെ അനുജത്തി, ജ്യേഷ്ഠത്തി, എളാമ, മൂത്തമ്മ, അതെല്ലാം മെഹറം. അത് ഖറാബത്തിലുള്ള മെഹറം, നസബിലുള്ള മെഹറം. അതുപോലത്തെ റളായിലുള്ള മെഹറം ഏതുണ്ട്? ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറയുന്ന ആയത്ത് നോക്കുക, അതിൽ 7 പറയും. റളായിനാലുള്ള 7 തന്നെ കൂട്ടിക്കും. പിന്നെ 4 മുസാഹറത്തിൻ്റെ കൂട്ടിയാൽ മതി. ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൈതോട് കൂടുതൽ. മറ്റേ 3 പെണ്ണിനെ തൊട്ടാവ് മുറിയാൽ നിക്കാഹ് ചെയ്യലോടുകൂടെ ഭാര്യൻ്റെ ഉമ്മ, ഒന്നത് ഭാര്യൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മ വരോട് പോകും. നിക്കാഹ് ചെയ്യലോടുകൂടെ ഹറാമായി. ഇവളെ വിട്ടാലും അവൾ പിന്നെയും ഹറാം തന്നെ, ഒന്നത്. മറ്റൊന്ന് മകൻ്റെ ഭാര്യ, മകൻ കെട്ടിയ പെണ്ണ്, നിക്കാഹ് ചെയ്യലോടുകൂടെ, മകൻ നിക്കാഹ് ചെയ്യലോടുകൂടെ അവൾ മെഹറമായി. പിന്നെ മകൻ അവളെ വിട്ടാലും അവളെ തൊട്ടാൽ ഒന്നും അറിയില്ല. പിന്നെ ഉപ്പാൻ്റെ ഭാര്യ, ഉപ്പാൻ്റെ ഉമ്മ അല്ലാത്ത ഭാര്യ ഉണ്ടല്ലോ. ഇത് 3 നിക്കാഹ് അഖദ് കൊണ്ട് തന്നെ മെഹറമായി. ഭാര്യൻ്റെ മകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് വീട്ടിൽ കൂടണം. വീട്ടിൽ കൂടലെന്ന ഷർത്തുണ്ട്, അത് ഖുർആൻ തന്നെ ഉണ്ട്. റബാഇബുക്കുമുല്ലാത്തി എന്ന് പറഞ്ഞാൽ അതാണ്. മാഇദ സൂറത്തിൽ തോന്നുന്നുണ്ട് ആയത്തുള്ളത്, അല്ല നേരെ ഓർമ്മയില്ല, അത് നോക്കിക്കോളൂ. ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞ ആയത്ത്
ഈ ലാസ്റ്റുണ്ട് റബായിബുക്കുമുല്ലാത്തി ഫി ഹുജൂരിക്കും എന്നുണ്ട്. അത് ഭാര്യൻ്റെ മകളെ പറഞ്ഞത്. റബായിബ് എന്ന് പറഞ്ഞാൽ പോറ്റുമക്കൾ എന്നാണ്. ഓൻ പോറ്റിക്കൊള്ളണമെന്നില്ല. സാധാരണ ആ പെണ്ണിനെ പോറ്റൽ ഓനായത് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. അതെല്ലാം പിന്നൊരിക്കൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നിക്കാഹിൻ്റെ എന്തെങ്കിലും വിഷയം വരുമ്പോഴേക്ക് അറിയുന്ന ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ, ഈ മൗലിദ് റാത്തിബുകളിൽ പുരുഷന്മാർ അജാനിബായ പുരുഷന്മാരെ പെണ്ണുങ്ങൾ കാണലുണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ഭയങ്കര ഷറാണത്. وبعضها ليس فيها شر وبعضها ദിക്റുകൾ മൗലിദുകൾ എന്നുള്ള ചിലതിൽ ലൈസ ഫീഹ അതിലില്ല ഷറുൻ, തീരെ ഷറില്ല. ഷറില്ലാത്ത റാത്തിബ്, ഷറില്ലാത്ത മൗലിദുകളുണ്ട്. പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ കണ്ടില്ലേ, ആണ് പെണ്ണ് തമ്മിൽ ഒരുമിച്ച് കൂടാം കലരുക എന്നത് ഭയങ്കര ശിദ്ധത്തുള്ള ഹറാമാണ്. എന്ത് വിഷയത്തിലാവട്ടെ, ഏത് വിഷയത്തിലാവട്ടെ, അതാണ് പറയുന്നത്. അപ്പോൾ മൗലിദുകൾ നടത്തുമ്പോൾ തീരെ അന്യപുരുഷന്മാരെ പെണ്ണുങ്ങൾ കാണാത്ത, പെണ്ണുങ്ങൾ കാണാൻ അവിടെ പറഞ്ഞത് ഇല്ലാ റുയത്തു നിസായി ദിൽജരീൻ, ആണ് പെണ്ണിനെ കാണാമെന്ന് മാത്രമല്ല പെണ്ണൻ ആണിനെ കാണാൻ പാടില്ല. അതിൽ പിന്നെ ഖിലാഫുണ്ട്. പെണ്ണ് ആണിനെ കാണാം, ആണ് ചില പെണ്ണിനെ കണ്ടുകൂടാ, അതെല്ലാം ഉണ്ട്. അതെല്ലാം ഫിഖ് കിതാബിൽ നിക്കാഹിൻ്റെ ബാബിൽ അതെല്ലാം നല്ലോണം പറയും. അത് നോക്കിക്കോളും. ഫത്തുൽ മീനും ഫത്തുൽ മീൻ്റെ ഹാഷ്യായി ആനത്തും ഒന്ന് നല്ലോണം നോക്കണം മിരാമാറാകുമ്പോൾ. വബഅദുഹ എന്ന് പറഞ്ഞത് അദ്കാർ മൗലിദിലേക്ക് അളമീർ. ചില ദിക്റുകളിൽ ചില മൗലിദുകളിൽ ഒരു ഷറുമില്ല. ലാകിന്നഹു ഖലീലുൻ നാദിറുൻ. അങ്ങനെ തീരെ ഷറില്ലാത്ത മൗലിദ് സദസ്സുകൾ വളരെ വളരെ കുറവാണ്. വലാ ശക്ക, ഒരു ശക്കുമില്ല, അന്നൽ ഖിസ്മല്ലവ്വല, ഒന്നാമത്തെ ഖിസ്മ ഏത്, ഷറും ഖൈറും രണ്ടും ഉള്ള ഖിസ്മ മംനൂഉൻ, ബലങ്ങപ്പെട്ടതാണ്. അവിടെ മജാരിസിൽ മം രണ്ട് മീൻ ഇട്ടിട്ടാണ് മംനൂഇനെ മുഖ്തസറാക്കിയിട്ട് പറഞ്ഞത്. എന്തേത്, ലിൽ ഖാഇദത്തിൽ മഷ്ഹൂറത്തി, ഒരു പ്രസിദ്ധമാക്കപ്പെട്ട ഒരു തത്വം ഉള്ളതിന് വേണ്ടി, അൽ മുഖററത്തി, സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതൊന്നു ഇന്ന ദർ അൽ മഫാസിദി മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്. ഇതെല്ലാം നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല അധികവും. മഫാസിദിനെ തട്ടൽ, ദർ എന്ന് പറഞ്ഞാൽ തട്ടൽ, മഫാസിദിനെ തട്ടൽ മുഖദ്ദമുൻ, അത് മുന്തിക്കപ്പെട്ടതാണ്. അലാ ജൽബിൽ മസാലിഹ്, മസ്ലഹത്ത് നന്മകളെ വലിക്കുന്നതിനേക്കാൾ ഇതൊരു ഖായിദയാണ്. പണ്ടേ ഉള്ള ഖായിദ, നമ്മുടെ ദീനിലുള്ള ഒരു ഖായിദയാണ്. കുറേ മസാലിഹ് ഉണ്ട്, കുറേ മഫാസിദുമുണ്ട്. ഈ മഫാസിനെ തട്ടാൻ വേണ്ടി ആ മസാലിഹിനെ ഇപ്പോൾ വേണ്ടാന്ന് വെക്കണം. പിന്നെ നിർബന്ധമാണെങ്കിൽ നിവൃത്തിയില്ല, ഹജ്ജ് പോലത്തതാകുമ്പോൾ. അല്ലാത്ത ഇങ്ങനത്തതാകുമ്പോൾ മൗലിദ് റാത്തിബ് അവിടെ കുറേ മഫാസിദ് വരുന്നുണ്ടെങ്കിലോ വേണ്ടാന്ന് വെക്കാന്നാ. എന്തിനി ആ മഫാസിദ് വരണ്ട, അതല്ലേ ശരി. ഹലാക്കല്ലേ മഫാസിദ്, ഹലാക്കല്ലേ, മോലിക്കല്ലേ, മനുഷ്യനെ നശിപ്പിക്കൂലേ, ഓൻ്റെ ദീനിനെ നശിപ്പിക്കൂലേ. ദീനിനെ നശിപ്പിക്കുന്ന ഒന്ന് വരുന്നുണ്ടെങ്കിൽ ദീനിനെ നന്നാക്കുന്ന ഒന്ന് കൊണ്ടുവരണ്ട. വരണ്ടാന്ന് പറഞ്ഞാൽ വാജിബായതായിരിക്കില്ല, വാജിബല്ലാത്ത മസാലിഹ് വേണ്ട, ഈ മഫാസിനെ തട്ടാൻ വേണ്ടി. നോക്ക് പറയുന്നവിടെ, ഫമൻ അലിമ വുഖൂഅ ശൈഇൻ മിന ശർരി, ഷെറിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു സംഭവിക്കും എന്ന് ഒരുത്തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഫീമാ യഫ്അലുഹു, അവൻ ചെയ്യുന്ന ഒന്നിൽ, മുമ്പ് ചെയ്യുന്നൊരു മൗലിദിൽ നോട്ടിക്കും. മസലൻ മിൻ ദാലിക, ഇമേൽ പറയപ്പെട്ടതെന്ന് മൗലിദ് റാത്തിബിൽ നിന്നിട്ട്, ഫഹ്വാസിൻ ഉണ്ടോ, അവൻ അള്ളാഹ്ക്ക് മാറുകെട്ടിയവനാണ്,
ആസിമുൻ കുറ്റക്കാരനാണ്. ആയതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് വേണം. വബി ഫറുദി അന്നഹു കണ്ട അമില ഫി ദാലിക, ആ വസ്തുവിൽ അവൻ അമൽ ചെയ്യുന്നുണ്ട്, ഹൈറിനെ അമൽ ചെയ്യുന്നുണ്ട് എന്ന് ഫർദ് ചെയ്യലോട് കൂടെയാണെങ്കിലും ഫറുബ്ബമാ ഹൈറുഹു, അവൻ്റെ വെക്കുന്ന ഈ വിഷയത്തിൽ വരുന്ന ഹൈർ ചിലപ്പോൾ ലാ യുസാവി ഷർറഹു യുസാവി എന്നാക്കണം, യുസാരി നൈബിരി, അതിൻ്റെ ഷർറിനോട് സമമാകൂല. അലാ തറ, നീ കാണുന്നില്ലേ, അന്ന ഷാരിഅ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിത്തങ്ങൾ ഷാരി എന്ന് പറഞ്ഞാൽ ഷറ ഉണ്ടാക്കിയ ആൾ, അള്ളാഹ്ക്കും പറയും ഷാരി എന്ന്, നബിത്തങ്ങൾക്കും പറയും. ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞപ്പോൾ ഷാരി നബിത്തങ്ങൾ. ഇക്തഫ മിനൽ ഖൈരി, ഖൈറിൽ നിന്ന് നബിത്തങ്ങൾ മതിയാക്കി, ബിമാ തയസ്സറ, ചുരുങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ എളുപ്പമായതുകൊണ്ട്. അതേ സമയത്തോ ഫതമ കണ്ടോ, തങ്ങൾ മുറിച്ചു അൻ ജമീഇ അൻവാഇ ശർരി, ഷർറിൻ്റെ എല്ലാ ഇനങ്ങളെ തൊട്ട് മുറിച്ചു. ഹൈസു ഖാല, എവിടെ തങ്ങൾ പറഞ്ഞെടുത്തു, ഇദാ അമർത്തുക്കും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും വഇദാ നഹൈതുക്കും അൻ ഷൈഇൻ ഫജ്തനിബൂഹു. ഹദീസാണ്, ചൊല്ലി പഠിച്ചോളണം. ഇതാ അമർത്തുക്കും ബി അംരിൻ, ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചാൽ, ഫഅ്തു മിൻഹു, ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവാ, മസ്തതഅ്തും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യ്. അതായത്തി എന്ന ഫീല് സ്വന്തം വിട്ട് കിടന്നാൽ ചെയ്യുക എന്ന മേനയാണ്. കൊണ്ടുവരാൻ എന്ന മേനക്ക് പറഞ്ഞെങ്കിൽ അതിൻ്റെ മഫ്ഊലിന് ബാ കൊടുക്കണം എന്നാണ്. ഫഅ്തു ബിമസ്തതഅ്തും എന്ന് പറയേണ്ടി വരും. ഇവിടെ പറഞ്ഞാൽ അങ്ങനല്ല, ഫഅ്തു മിൻഹു, അതിൽ നിന്ന് നിങ്ങൾ ചെയ്യുക, മസ്തതഅ്തും, നിങ്ങൾക്ക് ആപതാകുന്ന ഒന്നിനെ, വഇദാ നഹൈതുക്കും, നിങ്ങളെ ഞാൻ വിരോധിച്ചാൽ, അൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ തൊട്ട്, ഫജ്തനിബൂഹു, അവിടെ പറഞ്ഞാണ്ട, അതിനെ നിങ്ങൾ വയ്യൂ, അതിനെ വയ്യൂ, അതിൽ നിന്ന് സാധിച്ചതിനെ വയ്യൂ എന്നല്ല, അതെല്ലാം വഴിയൂ. എവിടെ ഇങ്ങനെ ഫതഅമ്മൽഹു, ഇത് നീ ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ചാൽ തഅലം, നീ അറിയും. ഫതഅമ്മൽന്നത് അമ്ര, അമ്രിൻ്റെ ജവാബിൽ തഅലം ജസ്മിയും, അമ്രിൻ്റെ ജവാബിലേക്ക് ജസ്മിയാണ് മുദാരിയായ ഫീൽ. ഫതഅലം, നീ അറിയും, മാ ഖറർതുഹു, ഞാൻ സ്ഥിരീകരിച്ച ഒന്നിനെ നീ അറിയും. എന്താ സ്ഥിരീകരിച്ചത്? മിൻ അന്ന ഷർറ, നിശ്ചയം ഷർറ്, വയിൻ ഖല്ല, അത് ചുരുങ്ങിയതാണെങ്കിലും, ലാ യുറഹസു, വിടുതി കൊടുക്കപ്പെടൂല, ഫി ഷൈഇൻ മിൻഹു, ഷർറെന്നുള്ള ഒന്നിലും. വൽ ഖൈറ, ഖൈറാകുന്നത്, യുക്തഫ മിൻഹു, അതിൽ നിന്ന് മതിയാക്കപ്പെടും, ബിമാ തയസ്സറ, എളുപ്പമായ ഒന്നുകൊണ്ട് മതിയാക്കപ്പെടും. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. وفقنا الله للتعلم والتعليم لوجهه الكريم. آمين آمين لا أرضى بواحدة حتى أبلغها 2000. آمين.